ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയിലിൽ നിന്ന് തിരികെ അനന്തപുരിയിലേക്ക് എത്തിയ അഭിയെ ന്യായീകരിച്ച് സംസാരിച്ച ജലജയുടെ മുഖമടച്ച് ഒന്ന് കൊടുക്കുന്നുണ്ട് മുത്തശ്ശി. എന്നാൽ അഭിയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണ് നവ്യ. തൻ്റെ ഭർത്താവ് അഭി ചെയ്ത തെറ്റ് അതൊരു തെറ്റല്ല എന്നും, എന്നാൽ ഇവിടുത്തെ മൂർത്തി മുത്തശ്ശൻ്റെ യഥാർത്ഥ കൊച്ചുമോൻ ചെയ്ത തെറ്റ് അതെല്ലാവരും ന്യായീകരിക്കുകയാണെന്നും ഒക്കെ നവ്യ പറയുന്നുണ്ട്. ആദർശ് ചെയ്തതുപോലത്തെ തിരുത്താൻ പറ്റാത്ത തെറ്റൊന്നുമല്ല അഭി ചെയ്തതെന്നും പറഞ്ഞ് അഭിയെ ന്യായീകരിക്കുന്നുണ്ട് നവ്യ. അങ്ങനെ അമ്മയും മകനും അവിടെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അഭി പറയുന്നുണ്ട്, അമ്മേ ഇവിടെ എങ്ങനെയാലും പിടിച്ചു നിന്നേ മതിയാകൂ. അവളുടെ കല്യാണം കഴിയുന്നത് വരെ ഇവിടെ തന്നെ എങ്ങനെയാലും തുടരണം. തക്കം കിട്ടിയാൽ ഇവർക്കെല്ലാവർക്കും പണി കൊടുക്കണം എന്നിങ്ങനെ അമ്മയും മകനും അവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അഭി ജ്വല്ലറിയിലേക്ക് പോവുകയാണ്. അഭി പോകാൻ തുടങ്ങുമ്പോൾ അഭിക്ക് ഒരു കത്ത് കിട്ടുകയാണ്. ഈ സ്ഥാപനത്തിൽ ഇനി അഭിക്ക് ജോലിയില്ല, മറ്റെവിടെയെങ്കിലും പോയി ജോലി നോക്കണം എന്നൊക്കെ പറഞ്ഞ് ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ അഭിയെ പിരിച്ചുവിടുകയാണ് കേട്ടോ. ഇതോടായപ്പോഴത്തേക്കിനും അഭിക്ക് പക ഒന്നുകൂടി ഇരട്ടിക്കുകയാണ്. ഇതൊക്കെ അറിഞ്ഞ് ജലജയാകെ തുള്ളുന്നുണ്ട് കേട്ടോ. കുടുംബത്തിലും കയറ്റിയല്ല, ഇപ്പോഴത്തെ ജ്വല്ലറിയിലും ജോലിയില്ല എന്ന് പറഞ്ഞാൽ ഇനി അവൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ജലജ തുള്ളുന്നുണ്ട്. സ്വന്തം സ്ഥാപനത്തിൽ കള്ളക്കടത്ത് നടത്തുന്ന ഒരുത്തനെ എങ്ങനെ ആ സ്ഥാപനത്തിൽ നിർത്താൻ പറ്റും? അതുകൊണ്ട് തന്നെ ഇവനെപ്പോലെ ഒരുത്തനെ ജ്വല്ലറിയിൽ തുടരാൻ ഇനി അനുവദിക്കാൻ പറ്റില്ല. എൻ്റെ കൊച്ചുമക്കളെടുത്ത തീരുമാനം തന്നെയാണ് ശരി എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ അടിമുടി വിറയ്ക്കുന്നുണ്ട്. നവ്യേ, നീ ഇത് കേട്ടില്ലേ? ഇവനെ ഇപ്പോൾ ജ്വല്ലറിയിൽ നിന്നും മാറ്റി അതിനുവേണ്ടി എന്ത് തെറ്റാണ് ഇവൻ ചെയ്തത്? അതുപോരാത്തതിന് അവൻ ചെയ്ത തെറ്റിന് അവൻ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. ഇതൊക്കെ ആ നയനയുടെ ആദർശത്തിൻ്റെയും കളികളാണ് എന്നൊക്കെ പറഞ്ഞ് നവ്യയുടെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കുന്നുണ്ട്. അതേ അമ്മേ, എനിക്കറിയാം. നമ്മളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണം. എന്നിട്ട് ഇവരുടെ കൊച്ചുമക്കളുടെ കൂടെ ഇവർക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. നയനയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഇത്ര അഹങ്കാരം എന്നിങ്ങനെ നവ്യ ജലജയിലേക്ക് പറയുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ശരിയാണ്, അവളെ ഇനി ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. അങ്ങനെ അഭിയെ ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കിയെന്ന് അറിഞ്ഞ നവ്യ നയനയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എടി നയനെ, നിനക്കിപ്പോൾ തൃപ്തിയായില്ലേ? എൻ്റെ ഭർത്താവിനെ ജ്വല്ലറിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇതൊക്കെ നിൻ്റെയും ആദർശേട്ടൻ്റെയും കളിയാണെന്ന് എനിക്കറിയാം. നയനെ ചോദിക്കുന്നുണ്ട്, അതിനു വേണ്ടി എന്ത് തെറ്റാണ് നവ്യേച്ചി ഞാൻ ചെയ്തത്? നീ ഒന്നും ചെയ്തില്ലേ? ഒരു തെറ്റും ചെയ്തില്ലേ? നിൻ്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതല്ലേ അഭിയെ അറസ്റ്റ് ചെയ്യരുതെന്ന്, അവനെ പുറത്തിറക്കണമെന്ന്. എന്നിട്ട് നീയും നിൻ്റെ അനിയത്തിയും കേട്ടോ? അതും പോരാഞ്ഞിട്ട് ഇപ്പതേ നിൻ്റെ ഭർത്താവും അവൻ്റെ അനിയനും കൂടെ ചേർന്നിട്ട് അഭിയെ ജോലിയിൽ നിന്ന് പോലും പുറത്താക്കി. ഇനി നീ പറ, ഞങ്ങൾ എങ്ങനെ ജീവിക്കണം? നയന പറയുന്നുണ്ട്, അതിന് ചേച്ചിയുടെ ഇവിടെ എന്താവശ്യമുണ്ടെങ്കിലും അത് മുത്തശ്ശനല്ലേ ചെയ്തു തരുന്നത്. ചേച്ചിക്കും കുഞ്ഞിനും എന്താവശ്യമുണ്ടെങ്കിലും ആദർശേട്ടനും മുത്തശ്ശനും അനിയും എല്ലാവരും കൂടി ചേർത്ത് അത് ചെയ്തു തരുന്നില്ലേ? നവ്യ ചോദിക്കുന്നുണ്ട്. അന്നും പറഞ്ഞ് എൻ്റെ ഭർത്താവിന് ഒരു ജോലി വേണ്ടെന്നാണോ നീ പറയുന്നേ? ഈ നാട്ടിലും വീട്ടിലും ഒന്നും അവനൊരു വിലയും വേണ്ടേ? ജോലിക്ക് പോകാതിരുന്ന ഇങ്ങോട്ട് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതരുമോ? ഇല്ലല്ലോ. നിൻ്റെ ഭർത്താവിനും അനിയനുമൊക്കെ നല്ല ഒരു സ്ഥാപനത്തിൻ്റെ MD ആയിട്ടിരിക്കുന്നുണ്ട്. അഭിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ? അതും ഇല്ല. അങ്ങനെ ഒരു ബ്രാഞ്ച് അവന് കൊടുത്തതല്ലേ ചേച്ചി? എന്നിട്ട് അവന് യോഗ്യതയില്ല എന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ അത് തിരിച്ചെടുത്തത്. ഓ, ഇനി എന്തായാലും നിങ്ങളുടെ ജ്വല്ലറിയിലല്ലാതെ മറ്റെവിടെയെങ്കിലും അഭിക്ക് ജോലി കിട്ടും. ഇനി നിങ്ങളുടെ ജോലി വേണ്ട. അങ്ങനെ ആ സമയത്താണ് അഭി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അഭിയെ നയന ആ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തി ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അഭി പറയുന്നുണ്ട്, അന്ന് സാരമില്ലേ നവ്യേ, ഇതല്ലെങ്കിൽ വേറൊരു ജോലി എവിടെയെങ്കിലും നമുക്ക് ജോലിക്ക് പോയാൽ പോരെ, നീ അത് വിട്ടുകളാം. ഇവിടെ ഈ മൂർത്തീസ് ജ്വല്ലറിയിൽ എത്ര ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ട് സ്വന്തം കൊച്ചുമകന് ഈ ജ്വല്ലറി ജോലിയില്ലെന്നറിയുമ്പോൾ തന്നെ അത് നാണക്കേടല്ലേ? ആ നാണക്കേട് ഇവർക്ക് വേണോ അഭി? അതുകൊണ്ട് തന്നെയാണ് നിന്നോട് മറ്റൊരിടത്ത് ജോലിക്ക് പോകാൻ പറയുന്നത്. ഇവൻ എവിടെ പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. അവൻ നന്നായിട്ട് ജോലി ചെയ്തില്ലെങ്കിലും അതുപോലെ നന്നായിട്ട് ജീവിച്ചില്ലെങ്കിലും അവനെ ഒരു സ്ഥാപനത്തിലും എടുക്കാൻ പോകുന്നില്ല. അതിന് കൂടെ ഇപ്പം ഇവനൊരു പേരും ഉണ്ടല്ലോ. ഇത് കേട്ട് നവ്യയ്ക്ക് ആകപ്പാട് ദേഷ്യം വരികയാണ്. നവ്യ പറയുന്നുണ്ട്, അതെ, അവനൊരു പേര് കൂടിയുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ ചാർത്തി കൊടുത്ത പേര്.
അതെ, കള്ളക്കടത്തുകാരൻ, അതേപോലെ ജയിൽ പുള്ളി. ഇനി ആ പേര് ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതിനി ഒരിക്കലും മാറാനൊന്നും പോകുന്നുമില്ല. അബിക്കാണെങ്കിൽ ആദർശിൻ്റെയും നയനയുടെ മുന്നിൽ വെച്ച് നവ്യയോട് ഒന്നും പറയാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് നവ്യ ഇടന്നു പോവാണ്. നവ്യ പോയതിനു ശേഷം നയന അബിയോട് പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി വെറുതെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് തിളപ്പിക്കാതെ നീ തന്നെ നോക്ക്. അല്ലെങ്കിൽ ചേച്ചിയുടെ ഈ ദേഷ്യത്തിനും വായിന്ന് വരുന്ന വാക്കുകൾക്കും ഞങ്ങൾക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടതായി വരും. ഒരുപാടായി ഇടയ്ക്കൊക്കെ നീ ഇതേപോലെ ആദർശേട്ടനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. ഇടയ്ക്ക് പറയാൻ എൻ്റെ നാവിൻ തുമ്പിൽ വന്നു പോയതാണ്. നവ്യേച്ചിയെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇതൊന്നും വെളിപ്പെടുത്താത്തത്. എക്കാലത്തും അങ്ങനെ തന്നെ പോകുമെന്ന് നീ കരുതണ്ട. എന്തെങ്കിലും ഒരിക്കൽ ഞാൻ തന്നെ ഇത് ചേച്ചിയോട് പറയും. അതിനുള്ളൊരവസരം നീയായിട്ട് ഉണ്ടാക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന. ഈ സമയം അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീ അധികം നിൻ്റെ നാവ് കൊണ്ട് സത്യം പറയില്ലടി. നിൻ്റെ നാവ് ഞാൻ പിഴുതെടുക്കും. നീ നിൻ്റെ കുഞ്ഞ് എന്നൊരു ആഗ്രഹം അങ്ങ് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവിക്കൊരു കോള് വരുന്നുണ്ട്. അത് അവിയുടെ കൂടെ നിൽക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. അയാൾ പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിന്നെ ജയിലിൽ കയറ്റിയതിനുള്ള മറുപടി കൊടുക്കാൻ ഞാനിവിടെ എല്ലാം സജ്ജമാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കട്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്താലും വേണ്ടില്ല, ഇവിടെയുള്ളവരൊക്കെ കരയണം. ഈ ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുന്നവരുടെയൊക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നാലേ എനിക്ക് തൃപ്തിയാകൂ. അങ്ങനെ ആ രാത്രിയിൽ അഭി മദ്യപിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് ആദർശാണെങ്കിൽ ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അഭി പറയുന്നുണ്ട്, എടാ നീ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നീ കാരണം അനന്തപുരി ജുവല്ലറിക്ക് നല്ല നേട്ടങ്ങളാണല്ലോ നീ കൈവരിച്ചു കൊടുക്കുന്നത്. നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്, നീ ഇപ്പോൾ ഇരുന്ന് ചെയ്യുക എന്നൊക്കെ അഭി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കയറി അഭി മുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ പതിയെ നയനയുടെ റൂമിലേക്ക് നോക്കുമ്പോൾ ആ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടാകുന്നില്ല. ചെറുതായിട്ടൊന്ന് ചാരിയിട്ടേ ഉള്ളൂ. നയന നല്ല ഉറക്കത്തിലുമാണ്. ഓ, തമ്പുരാട്ടി ഉറക്കത്തിലാണോ? മറ്റുള്ളവരുടെ മനസ്സമാധാനം ഉറക്കമൊക്കെ കളഞ്ഞിട്ട് നീ കിടന്നുറങ്ങടി എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന ഒരു തലയണയെടുത്ത് നയനയുടെ അരികിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ തലയണയെടുത്ത് നയനയുടെ മുഖത്ത് വെച്ച് അമർത്തി പിടിക്കുന്നുണ്ട്. ശ്വാസം കിട്ടാതെ നയന കൈയും കാലും ഇട്ടൊക്കെ അടിക്കുന്നുണ്ട്. ഈ സമയത്ത് ദേവയാനി ചന്തുമോൾ ഇറങ്ങിയോ എന്ന് നോക്കാൻ വേണ്ടി നയനയുടെ റൂമിലേക്ക് വരുന്നുണ്ട്. അബിയാണെങ്കിൽ ഒരു കമ്പിളി കൊണ്ട് മൂടി പൊതിച്ച് നിന്നിട്ടാണ് കേട്ടോ ഈ തലവേണ കൊണ്ട് അമക്കുന്നത്. ദേവയാനി കയറി വരുമ്പോൾ കണ്ട കാഴ്ച കണ്ട് ആകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. കയ്യിൽ കിട്ടിയ ഒരു കമ്പ് വടി കൊണ്ട് പൊതുപ്പ് മൂടി നിൽക്കുന്ന ആളുടെ തലക്കിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് ദേവയാനി. അടി കിട്ടിയ ആ ഒരു ഇതിൽ അബിക്ക് മനസ്സിലാവുന്നുണ്ട് റൂമിലേക്ക് ആരോ വന്നിട്ടുണ്ടെന്ന്. പെട്ടെന്ന് മദ്യപിച്ചത് കാരണം സ്ഥലകാല ബോധമില്ലാതെയാണ് അബി ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത്. ദേവയാനി ആളെ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അബി അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. നയനയോട് ചോദിക്കുന്നുണ്ട്, മോളെ എന്ത് പറ്റി? എന്തെങ്കിലും പറ്റിയോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോകണോ? ദേവയാനി നയനയെ പതിയെ നേരെ ഇരുത്തി ചങ്കൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട്. ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ട് അപ്പുറത്ത് നിന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാ മോളെ എന്താ പറ്റിയത്? ഈ സമയത്ത് അബിയാണെങ്കിൽ ആ പൊതുപ്പൊക്കെ മാറ്റിയിട്ട് അവൻ്റെ റൂമിലെ കട്ടിലേക്ക് കയറി ചെന്ന് കിടന്നുറങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അബിയാണ് ഇത് ചെയ്തതെന്ന് അവിടെ ആരും കാണുന്നുണ്ടായിരുന്നില്ല. സമയത്ത് ആദർശ് വന്നിട്ട് ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താ പറ്റിയത്? അറിയില്ല മോനെ, ഞാൻ മോളുടെ റൂമിലേക്ക് കയറി വന്നപ്പോൾ പൊതുപ്പൊക്കെ മൂടിയിട്ട് ഒരാൾ മോളുടെ മുഖത്ത് തലയണ വെച്ച് അമക്കുന്നതാണ് കണ്ടത്. ഇവിടേക്ക് ആര് കയറാനാ അമ്മേ? എനിക്കറിയില്ല മോനെ, ഞാൻ കയറി വന്നപ്പോൾ കണ്ടത് പൊതുപ്പൊക്കെ മൂടി തലയിൽ കൂടി മൂടി നിന്നിട്ടാണ് അയാളത് ചെയ്തത്. എന്നാലും ഞാൻ അയാളുടെ തലക്കെട്ട് നല്ലപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. തല പൊട്ടിയോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ഇവിടേക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അവിടെയൊക്കെ ചുറ്റും നോക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊന്നും ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. ആദർശാണെങ്കിലും പറയുന്നുണ്ട്, അതിന് ഇങ്ങോട്ടേക്ക് ആര് വരാനാമേ? ഇത്രയും നേരം ഞാൻ ഈ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല മോനെ, ആരോ നയനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കാകെ പേടിയാകുന്നു. നയന പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല അമ്മേ, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അനി അപ്പോൾ പറയുന്നുണ്ട്, ചിലപ്പോൾ വീട്ടിനകത്തുള്ള കള്ളന്മാർ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തത്. നവ്യ എടുത്ത വായിൽ ചോദിക്കുന്നുണ്ട്, എന്താ അനി, നീ എന്താ അങ്ങനെ പറഞ്ഞത്? അബിയെ ഉദ്ദേശിച്ചാണോ നീ ഇങ്ങനെ പറയുന്നത്?
അബി എവിടുന്ന് എഴുന്നേറ്റ് പോയാൽ ഞാൻ എന്താ അറിയത്തില്ലേ? നിങ്ങൾ വെറുതെ ചുമ്മാ ഊഹാപോഹങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. നവ്യ വെറുതെ അങ്ങ് പറഞ്ഞതായിരുന്നു കേട്ടോ. അബി വന്ന് കിടന്നതൊന്നും നവ്യ അറിഞ്ഞിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. ബഹളം കേട്ടപ്പോഴാണ് നവ്യ എഴുന്നേക്കുന്നതും അബി അടുത്ത് കിടക്കുന്നത് അവൾ കാണുന്നതും. എന്തായാലും മോള് നന്നായി സൂക്ഷിക്കണം. മോൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ അദൃശ്യ CCTV എല്ലാം കേടായിരിക്കുവാണല്ലോ. നീ അതെല്ലാം ഒന്ന് ശരിയാക്കുകയും വേണം. ഈ വീട്ടിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത് ക്യാമറ കേടുവരുത്തുകയോ അല്ലെങ്കിൽ ഓഫാക്കി ഇടുകയോ ചെയ്തതിന് ശേഷമാണ്. ഇതും പറഞ്ഞ് ജലജയെ സംശയത്തോട് നോക്കുകയാണ് ജയനൊക്കെ. എന്നെ ആരും ഇങ്ങനെ തുറച്ചു നോക്കണ്ട. ഞാനും എൻ്റെ മകനും ഇവളെ കൊല്ലാനൊന്നും നോക്കിയിട്ടില്ല. ചിലപ്പോൾ ഇവളും ഇവളുടെ അമ്മായിമ്മയും വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. അല്ലാതെ ഈ വീടിനുള്ളിൽ ആര് കയറാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അങ്ങനെ ജലജ നവ്യയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അബി മൂടിപ്പൊതച്ച് കിടക്കുകയാണ്. ഡാ അബി, നീ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? എന്താ അമ്മേ? ഓ, നീ കുടിച്ചിട്ടുണ്ടല്ലേ? ആ, ഇച്ചിരി കുടിച്ചു. ഇപ്പം അമ്മയ്ക്ക് എന്താ? ഓ, എന്നാലും എൻ്റെ മോനെ, നിന്റെ ഒരു വിധി. ഇനിയിപ്പോൾ നിനക്ക് വെളിവ് വന്നിട്ട് രാവിലെ സംസാരിക്കാം എന്നും പറഞ്ഞ് ജലജ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നവ്യ അങ്ങോട്ട് വരുന്നുണ്ട്. നവ്യയും വന്ന് അബിയോട് ചോദിക്കുന്നുണ്ട്, ഡാ അബി, നീ കുടിച്ചിട്ടാണോ വന്നത്? അതേടി, ഞാൻ കുടിച്ചു. നിന്റെ അനിയത്തിയെല്ലാം കൂടെ ചേർന്ന് എന്നെ ഇഞ്ചപ്പരുവാക്കിയതല്ലേ, അതിൻ്റെ ഒരു ഇതിന് ഞാൻ ഇച്ചിരി കഴിച്ചു. അപ്പോൾ ദേഷ്യത്തോടെ നവ്യ പറയുന്നുണ്ട്, അബി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കുടിച്ചിട്ട് ഈ റൂമിലേക്ക് കയറരുതെന്ന്. പിന്നെ ഞാൻ എങ്ങോട്ടാടി പോകേണ്ടത്? നിന്നെ കെട്ടിയ അന്ന് തൊട്ട് എൻ്റെ സമാധാനം പോയി കിടക്കുകയാണ്. വേറെ വല്ല പെണ്ണിനും കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. ഇവിടെയുള്ളവരെ എല്ലാവരും നിന്നോടുള്ള ദേഷ്യം കൂടിയാണ് എൻ്റെ മേലെ തീർക്കുന്നത് എന്നും പറഞ്ഞ് എല്ലാ കുറ്റവും നവ്യയുടെ മേലെ ചുമത്തുകയാണ് അബി. അങ്ങനെ തൽക്കാലം അബി അവിടുന്ന് അതും ഇതുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നീട് നവ്യയ്ക്കും നയനയ്ക്കും ആദർശിനും എതിരായിട്ട് വീണ്ടും പണികളുമായിട്ട് അബി രംഗത്ത് വരുന്നുണ്ട്.